നല്ല ചൂട് ചോറ് ഇതിൻ്റെ പുറത്തേക്ക് വിളമ്പുക. ഈ ചോറും ഇതിന് പുറത്ത് കിടക്കുന്ന ഇലയുമാണ് നിങ്ങളുടെ എത്ര ഉയർന്ന കൊളസ്ട്രോളിനെയും പിടിച്ചു കെട്ടാൻ പോകുന്നത്. ചോറ് തിന്നുകൊണ്ട് എങ്ങനെ കൊളസ്ട്രോൾ മാറ്റാം എന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം കൊളസ്ട്രോളിനെ കുറിച്ച് ഈ വന്ന കാലത്ത് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. സകല മനുഷ്യനും കൊളസ്ട്രോൾ ഉണ്ട്. കാര്യം അതുപോലുള്ള ഫാസ്റ്റ് ഫുഡും ഒക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പലർക്കും കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഞാനിന്ന് ചോറ് കഴിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാമെന്ന് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ചോറ് മാത്രം പോരാ കേട്ടോ, ഒരു സാധനം കൂടി വേണം. അപ്പം അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ കേട്ടോ. കാര്യം എനിക്ക് കൊളസ്ട്രോൾ ബോർഡർ ലെവലിലായിരുന്നു. ഞാനിത് യൂസ് ചെയ്തേ പിന്നെ കുറച്ച് നാൾ യൂസ് ചെയ്തേ പിന്നെ എനിക്ക് കൊളസ്ട്രോൾ നോർമലായിട്ടുണ്ട്. ശരിക്കും സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ കൊളസ്ട്രോൾ ചോറ് തിന്നുകൊണ്ട് എങ്ങനെ മാറ്റാമെന്നുള്ളതിൻ്റെ ആദ്യത്തെ സാധനം ചോറിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് മുരിങ്ങയിലയാണ്. അപ്പം മുരിങ്ങയിലയുടെ ഗുണത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം അത്രത്തോളം ഗുണമുള്ള ഒരു സാധനമാണ് മുരിങ്ങയില. ഈ മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയാണ് ശരിക്കും പറഞ്ഞാൽ മാംസത്തിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ 3 ഇരട്ടി പ്രോട്ടീൻ ഈ പറഞ്ഞ മുരിങ്ങയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും പറ്റിയൊരു സാധനമാണ് മുരിങ്ങയിലയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതിനകത്ത് ഈ പറയുന്ന പൊടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ വലിയൊരു തണ്ടാണ്. ഇതിൻ്റെ തണ്ട ഇതുപോലുള്ള ഓരോ തണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുക. കുറച്ച് മതി. ഇതുപോലെ ഒടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് ഈ പ്ലേറ്റിലേക്ക് നമ്മുടെ ചോറ് കഴിക്കാൻ പോകുന്ന പ്ലേറ്റിലേക്ക് ഇതുപോലെ അങ്ങ് നിരത്തി വെക്കുക. ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ചുമന്നരിയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. പക്ഷേ ചുമന്നരി ഇല്ലാത്തവർ വെള്ളയരി കഴിച്ചാലും മതി. ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നല്ല ചൂടുണ്ടായിരിക്കണം. ഉറപ്പായും ചൂടുണ്ടായിരിക്കണം. തണുത്ത ചോറ് വിളമ്പരുത്. നല്ല ചൂട് ചോറ് ഇതിൻ്റെ പുറത്തേക്ക് വിളമ്പുക. ചോറ് ഞാൻ വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലെ ലെയർ മുഴുവൻ നമ്മളുടെ മുരിങ്ങയിലയാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു ലെയർ ഇതിൻ്റെ പുറത്തുകൂടി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ഒരു ലെയർ കൂടി ഇതുപോലെ മുരിങ്ങയില ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ തണ്ട് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നവർക്ക് ഈ തണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് ഇടാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം നല്ല ചൂട് ചോറ് വേണം. ഇപ്പോൾ ഇത് ചൂടുണ്ടെങ്കിൽ പോലും ഇത് ഇത്തിരി ചൂട് കുറഞ്ഞ ചോറാണ് കേട്ടോ. നല്ല ചൂടോടെ നമ്മൾ അരി ഊറ്റിക്കഴിഞ്ഞ് അതിനെ ഒന്ന് വാർത്ത് കഴിയുമ്പം ആ നല്ല ചൂടോടെ തന്നെ ഈ പറഞ്ഞ മുരിങ്ങയിലയുടെ മുകളിൽ ഇടുക. അതിന് മുകളിൽ വീണ്ടും ഒരു ലെയർ ഇങ്ങനെ ഇടുക. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിത് ഒന്ന് വാടി വരും. ഇപ്പം നമ്മൾ വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ വാടി വരുന്ന സമയത്ത് ഇതിനെ നല്ല രീതിയിൽ അങ്ങ് കുഴയ്ക്കുക. ഈ ചോറും ഈ ഇലയായിട്ട് ഇതിപ്പം കുറച്ച് ഇല കൂടുതലുണ്ട്, കുറച്ച് ഇല ഇട്ടിരുന്നാൽ മതി. ഇതിനെ നല്ല രീതിയിൽ അങ്ങ് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ എന്താണോ കറിയുള്ളത് ആ കറി ഇതിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിക്കാം. അതല്ല പച്ചക്കാണ് കഴിക്കുന്നതെങ്കിൽ പച്ചയ്ക്ക് തന്നെ കഴിക്കാം. വല്ല ചമ്മന്തിയോ ഈ പറഞ്ഞ പോലെ നോൺ വെജ് ആയിട്ട് ഒന്നും വേണ്ട. നമ്മുടെ പുളിശ്ശേരിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ പുറത്ത് കഴിക്കാം. നമ്മളിത് ഈ ചൂട് ചോറാകുമ്പോൾ ഇതൊന്ന് വാടിക്കിട്ടുമ്പോൾ ആ മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ചെയ്ത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മുരിങ്ങയില കൊളസ്ട്രോൾ പോകാൻ ഏറ്റവും ബെറ്റർ ഒരു മരുന്നാണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായ റിസൾട്ട് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.